20ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ജയരാജ് ചിത്രം ഒറ്റാൽ പ്രേക്ഷക സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടി. സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കുമരകം വാസുദേവനും അശാന്തുമായിരുന്നു മൂന്നാം ദിനത്തിലെ താരങ്ങൾ. സിനിമ കാണാൻ സമയം കിട്ടാത്ത വാസുദേവൻ എന്ന വല്യപ്പച്ചായും ആദ്യ സിനിമയുടെ വലിയ അംഗീകാരത്തിൽ ചെറുതായ കൊച്ചായി എന്ന അശാന്തിനും രാജ്യാന്തര ചലച്ചിത്രമേള പുതിയ അനുഭവമായി. കുട്ടനാടിന്റെ ഗ്രാമപശ്ചാത്തലത്തിൽ താറാവ് കർഷകനായ വല്യപ്പച്ചായുടെയും വളർത്തുമകൻ കൊച്ചായുടെയും കഥയാണ് ഒറ്റാൽ പറഞ്ഞത്. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിൽ സിനിമയുടെ ആദ്യ പ്രദർശനം കാണാൻ ഇരുവരും എത്തി. ഒറ്റാലിലേക്ക് ജയരാജ് വിളിച്ചതിനെ കുമരകം വാസുദേവൻ എന്ന വല്യപ്പച്ചായി ഓർത്തെടുക്കുന്നത് ഇങ്ങനെ: വേമ്പനാട്ടുകാരെന്ന് പറഞ്ഞ കായലിൽ മീൻ പിടിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് ഇവർ ഒരു ബോട്ട് ഇങ്ങനെ കുറേ ആൾക്കാരെല്ലാം പോകുന്നു. അപ്പോൾ എന്നെ കൈ കാണിച്ച് വിളിച്ച് സിനിമയിലൊന്നും അഭിനയിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സിനിമ കാണാറില്ലല്ലോ, പിന്നെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നത്, ഞങ്ങളോട് 1 മാസം പോന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 മാസമല്ല 2 മാസം പോരും. മികച്ച കഥാപാത്രം ലഭിച്ചുവെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട മീശ വെട്ടാൻ വാസുദേവൻ തയ്യാറല്ല. പിന്നെ എന്നോട് ചോദിച്ചു അവിടെ മീശയൊക്കെ വെട്ടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു മീശ വെട്ടിയിട്ടുള്ള പണിയൊന്നും നമുക്ക് വേണ്ട. നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചാൽ ഇനിയും അഭിനയിക്കാൻ വാസുദേവൻ റെഡി. ഇനി അവസരം കിട്ടിയാൽ ചെയ്തിരിക്കും. സിനിമയിലേക്ക് വരുന്നതിൻ്റെ ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ജയരാജിൻ്റെയും വാസുദേവൻ്റെയും പിന്തുണ ഏറെ ഗുണം ചെയ്തുവെന്ന് ബാലതാരം അശാന്ത് പറയുന്നു. വിജയ് അങ്ങനെ ആദ്യം ഒരു ഇത് ഉണ്ടായിരുന്നില്ല, പിന്നെ കൂട്ടായി ഭയങ്കര കൂട്ടായി. ചലച്ചിത്രമേളയിലെ ആസ്വാദകരുടെ പ്രതികരണം ഏറെ സന്തോഷം നൽകി. കലക്കി, സൂപ്പറായിരുന്നു, നീ എന്നെ കരയിച്ച്, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. ചലച്ചിത്രമേളയിൽ നിന്ന് ഒറ്റാലിന് ലഭിച്ച വലിയ സ്വീകരണത്തിൽ ഏറെ സന്തോഷത്തിലാണ് സംവിധായകൻ ജയരാജ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ആദ്യ പ്രദർശനം അമ്മയ്ക്കായി ജയരാജ് സമർപ്പിക്കുന്നു. ഞാൻ ഇന്നത്തെ ഷോ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത് എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് മുമ്പിലാണ്. പുതിയ ആളുകളെ അഭിനയിപ്പിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണെന്നും ജയരാജ് പറയുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ പുതിയ ആൾക്കാരെ അഭിനയിപ്പിക്കുമ്പോഴാണ്. ഛായാഗ്രാഹകൻ MJ രാധാകൃഷ്ണനും സിനിമയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഈ സിനിമയിൽ ഓരോ ദൃശ്യം കാണുമ്പോഴും നമ്മൾ രാധാകൃഷ്ണൻ ഓർക്കും. കാരണം അത് നമുക്ക് ഇമാജിൻ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അത് ഇമാജിൻ ചെയ്തതിൻ്റെ അപ്പുറത്ത് ഒരു ക്യാമറമാൻ നമുക്ക് വേണ്ടി ചതിക്കുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്. ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിലുള്ള ഒറ്റാലിന് ആസ്വാദകർ വലിയ സ്വീകരണമാണ് നൽകിയത്. ടിൻഡോ വർക്കി, റിപ്പോർട്ടർ, തിരുവനന്തപുരം.